ബാംഗ്ലാദേശ്. ഇന്നു മുതൽ ബംഗ്ലാദേശ് എന്നറിയപ്പെടും. അതിന് കാരണമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, സ്കിപ്പി പോയാൽ സംഗതി കിട്ടാതെ പോകും കേട്ടോ. എന്താണ് ബ്രായുടെ ധർമ്മം? പൊതുവെ സസ്തനികളിൽ കാണപ്പെടുന്ന ഒരു അവയവമാണ് സ്തനം, അല്ലേ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന എല്ലാ ജീവികൾക്കും സ്തനങ്ങൾ ഉണ്ടാവും. ദൗർഭാഗ്യവശാൽ പുരുഷന്മാർ പ്രസവിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്തനസമ്പാദ്യവുമില്ല. ഒറ്റ പേരിൽ എത്ര കുഞ്ഞുങ്ങളെ പ്രസവിക്കും? സസ്തനികൾക്ക് പ്രകൃതി സ്തന വിതരണം നടത്തിയിട്ടുള്ളത് ആ കണക്ക് വെച്ചിട്ടാണ്. അതായത് ഒരു പേരിൽ സുമാർ ഒരു കുട്ടിയാണ് ഭൂജാതപ്പെടുന്നതെങ്കിൽ അത്തരം സസ്തനികൾക്ക് ഒരു ജോഡി സ്തനങ്ങളും, ഒറ്റ പേരിൽ ഒന്നിലേറെ കുഞ്ഞുങ്ങളെ പുറന്തള്ളുന്ന സസ്തനികൾക്ക് 4ഉം 5ഉം ജോഡി സ്തനങ്ങളുമൊക്കെ പ്രകൃതി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഈ പന്നികൾ ഒറ്റ പേരിൽ 10ഉം 12ഉം ഒരുപക്ഷെ അതിലും അധികം കുഞ്ഞുങ്ങളെ വരെ വളരെ നിസ്സാരമായി പെറ്റുകളയും. അതായത് അയജ്ഞ ലളിതം എന്ന സമ്പ്രദായത്തിൽ. അതുകൊണ്ട് പന്നികൾക്ക് 5-6-7 ജോഡി സ്തനങ്ങൾ ഇരുവരിയിലുമായി പ്രകൃതി പാകിക്കൊടുത്തിട്ടുണ്ട്. ഈ ശ്വാനസ്ത്രീകളും പൂച്ചപ്പെണ്ണുങ്ങളും ഒക്കെ നല്ല പേറ്റുകേമികൾ തന്നെയാണ്. പന്നികളുടെ അത്ര വിളവ് കൊയ്യാൻ കഴിയില്ലെങ്കിലും ഒരു 3-4 കുഞ്ഞുങ്ങളെയൊക്കെ പെറ്റെടുക്കാൻ അവർക്കും കഴിയും. എന്നാൽ മനുഷ്യ സ്ത്രീകൾ എത്ര കിണഞ്ഞു ശ്രമിച്ചാലും, മനുഷ്യ പുരുഷന്മാർ എത്ര അർപ്പിത ബുദ്ധിയോടുകൂടി വിയർത്താലും ഈ പേറുവൃത്തി ഒറ്റ കുഞ്ഞിലങ്ങ് മംഗളം പാടിക്കളയും. ശുഭം. ബാക്കി അടുത്ത വിളവെടുപ്പിന്. അതാണ് പ്രകൃതിയുടെ ഒരു സമീപനം. നമ്മുടെ ചില വിരുദ്ധകൾ ഒരു പേറുകൊണ്ട് ഇരട്ടക്കുട്ടികളെ കാനേഷുമാരി കണക്കിന് സമ്മാനിക്കുമെങ്കിലും അത് വളരെ വിരളമാണ്. മുരട്ടകളെ, അതായത് 3 കുട്ടികളെ വരെ ഒറ്റ പേരിൽ സമ്പാദിക്കുന്ന ബഹുമാന്യ മനുഷ്യ പെണ്ണുങ്ങൾ കണ്ടേക്കാമെങ്കിലും അത് അപൂർവത്തിൽ അത്യപൂർവമായിട്ടുള്ള സംഗതിയുമാണ്. ഈ കൊലക്കുറ്റത്തിലാണെങ്കിൽ തൂക്കുകയർ നൽകി ആദരിക്കേണ്ട മട്ടിലുള്ള ഒരുതരം അപൂർവത. എന്നാൽ പ്രസവം നിലവിൽ നമ്മുടെ നാട്ടിൽ കുറ്റകരമായിട്ടുള്ള ഒരു സംഗതി ആവാത്തത് കൊണ്ട് മുരട്ടകളെ പ്രസവിക്കുന്ന മനുഷ്യ പെണ്ണുങ്ങൾക്ക് തൂക്കു ബഹുമതി ലഭിക്കുന്നില്ലെന്ന് മാത്രം. ഒരു പേരിൽ 2 കുട്ടികളെ പെറ്റാലും 3 കുട്ടികളെ പെറ്റാലും ഒരു കുട്ടിയെ പെറുന്നവൾക്കുള്ള സ്തനമേ പ്രകൃതി അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. യാതൊരു സംവരണവും പേറ്റുകേമികൾക്ക് പ്രകൃതി നൽകിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സംവരണം എന്ന ഏർപ്പാട് മനുഷ്യർ മാത്രം കൊണ്ടു നടക്കുന്ന ഒരുതരം അനാചാരമാണല്ലോ. ഏത് പറഞ്ഞു വന്നത് ഇതാണ്. മനുഷ്യ സ്ത്രീകൾക്ക് ആകെ ഒരു ജോഡി സ്തനങ്ങൾ മാത്രമാണ് പ്രകൃതി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കുഞ്ഞിന് കുടിക്കാനും കെട്ടിയോന് കേളിക്കാനും ഒക്കെയായി ആകെയുള്ളത് രൊക്കം 2 സ്തനങ്ങൾ മാത്രം. വളരെ ഗ്രാമീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2 അമ്മിഞ്ഞകൾ. മറ്റ് സസ്തനികളിൽ നിന്ന് മനുഷ്യസ്തനികളെ വേറിട്ടു നിർത്തുന്നത് സ്തനമറയാണ്. സ്തനമറ. മറ്റ് സസ്തനികൾ നിർനാണം സ്തന പ്രദർശനവുമായി നടക്കുമ്പോൾ മനുഷ്യസ്തനികൾ സ്തനങ്ങളെ സ്വകാര്യവൽക്കരിച്ച് കഴിയുന്ന കൂട്ടരാണ്. നമ്മുടെ പശുപാല പത്നിയെ പോലുള്ള സിലിക്കൺ സ്തനികൾ വ്യാജമുലകൾ കാട്ടി അന്നവും ആദരവും അംഗീകാരവും ആഡംബര ജീവിതവും നിർനാണം തരപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അപവാദം മാത്രമായി കണ്ടാൽ മതി. പ്രകടനപരതയും വ്യഭിചാരാസക്തിയും ഇല്ലാത്ത മഹിളകൾ പൊതുവേ അമ്മിഞ്ഞ മറച്ചുകൊണ്ടാണ് നടക്കാറ്. അതൊരു നാട്ടുനടപ്പായി മാറിയിട്ടുണ്ടോന്നും പോകാനൊരു സംശയമുണ്ട്. ഈ സ്ഥലങ്ങൾ വെറുതെ അങ്ങ് മറയ്ക്കുക മാത്രമല്ല കേട്ടോ, അവറ്റകളെ അച്ചടക്കമുള്ളവരാക്കി കൊണ്ടു നടക്കാനും അവർ ശ്രമിക്കാറുണ്ട്. അതായത് നാരീമണികൾ ശ്രമിക്കാറുണ്ട്. യാതൊരു ഇളക്കവും കാട്ടാതെ അടങ്ങി ഒതുങ്ങി മാറിടത്തിൽ കഴിയുന്ന വിധം സ്ഥലങ്ങളെ വരുതിയിലാക്കാൻ മനുഷ്യസ്തനികൾ ഉപയോഗിക്കുന്ന ചട്ടമാണ് മുലച്ചട്ടകൾ. ആംഗലേയത്തിൽ അതിനെ ബ്രാ എന്നും പറയും. അല്ല, ബ്രാ എന്നേ പറയൂ. ബ്രാ അതായത് ഷെയ്ക്ക് തട്ടാതെയുള്ള സ്തനവാഹനത്തിനായി നാരീമണികളെ സഹായിക്കുന്ന ഒരു തുണി യന്ത്രമാണ് ഈ ബ്രാ. പോകൻ ഇതുവരെ പറഞ്ഞതിനെ വെറും മുഖവരയായി മാത്രം നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. ഇനിയാണ് ബാംഗ്ലാദേശിലേക്ക് പോകാൻ വരുന്നത്. അതായത് 1971 മുതൽ നമ്മുടെ അയൽ രാജ്യമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ബംഗ്ലാദേശ്. ഈ മഹാരാജ്യത്തിന്റെ മണ്ണ് തന്നെയാണ് അതും. മതവ്യത്യാസത്തെ മാനിച്ചപ്പോൾ സാഹോദര്യം മറന്നു. അങ്ങനെ അതിരുതിരിഞ്ഞു പോയിട്ടുള്ള കൂട്ടരാണവരും. 15 കോടിയിലധികം ജനങ്ങളുണ്ട് ബംഗ്ലാദേശിൽ. 2022 കാനേഷുമാരി കണക്കനുസരിച്ച് അവരിൽ 92% പേരും സമാധാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിൽ തന്നെ അധികവും ഉള്ളത് കൊടും മാനവികവാദികളും ഉഗ്രസഹിഷ്ണുക്കളും ഭയങ്കര സഹജീവി സ്നേഹികളുമായിട്ടുള്ള അതിതീവ്ര സമാധാനവാദികളാണ്. അതായത് നമ്മുടെ ഈ കേരളത്തിലൊക്കെ കാണപ്പെടുന്ന ഒരുതരം ജീവികളുണ്ടല്ലോ, ഒട്ടും തന്നെ കണ്ണിൽ ചോരയില്ലാതെ ഇതര മതസ്ഥരെ പച്ചയ്ക്ക് സ്നേഹിക്കാൻ ദാഹിച്ച് നടക്കുന്ന സുഡാപ്പികൾ. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ പോലും അലാറം വെച്ച് പ്രാർത്ഥിക്കുന്നത്ര സദ്ബുദ്ധരായിട്ടുള്ള ദൈവസ്നേഹികൾ. വിമർശിക്കുന്നവരെ മാനവികത മയങ്ങുന്ന കണ്ണുകൾ കൊണ്ട് സ്നേഹബുദ്ധിയോടുകൂടി നോക്കുകയും ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളോട് അപാരമായ നിലയിൽ ആദരവ് പുലർത്തുകയും ചെയ്യുന്ന സമാധാനത്തിന്റെ മനുഷ്യപ്രാവുകളാണല്ലോ ഈ കേരളീയ സുഡാപ്പികൾ. എങ്കിലും നമുക്കറിയാം, മഹാതല്ലിപ്പൊളികളും ശുദ്ധ അലവലാദികളും
രസ്യൻ മനുഷ്യവിരോധികളും തീവ്ര മതമൗലികവാദികളും അതുപോലെ ഗർഭിണികളുടെ വയർ കുത്തി തുറന്ന് പശിയടക്കാനുള്ള ഉന്നത്തോടെ സദാ തൃശൂലവുമായി നടക്കുന്ന ഭ്രൂണഭുക്കുകളായിട്ടുള്ള സനാതനധർമ്മികൾ വളരെ അളവിലുള്ള ഫാസിസ ബുദ്ധിയോടുകൂടി സംഘടിതമായി ചുരമാന്തി മേയുന്ന ഒരു നാടുമാണല്ലോ നമ്മുടെ ഈ കേരളം. സ്വാഭാവികമായും ഇന്നാട്ടിൽ സമാധാനം നിലനിർത്താനായി ഇടത്തരം വല്ല ലഹളയോ ചെറിയ കലാപമോ അങ്ങനെ വല്ലതും ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നാൽ തന്നെ സമാധാന ബാധിതരായിട്ടുള്ള സുഡാപ്പികൾ ചെയ്യുന്ന പരമാവധി അക്രമം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലേ? ഏതെങ്കിലും ബേക്കറി കൊള്ളയടിച്ച് ഉള്ള മുട്ട പപ്സൊക്കെ പെറുക്കി ആർത്തിയോടുകൂടി അണ്ണാക്കിൽ തിരികെ കണ്ണുമിഴിച്ച് അവരിങ്ങനെ ലോകത്തെ അങ്ങ് നോക്കും. സമാധാനം വേണ്ട വിധം പടരുന്നുണ്ടോ എന്ന കൗതുകം അവരുടെ തുറിച്ച കണ്ണുകളിൽ തളം കെട്ടിക്കിടക്കുന്നത് അവരെ നോക്കുന്ന ആർക്കും കാണാം. സൂക്ഷ്മതയോടുകൂടി നോക്കണമെന്ന് മാത്രം. അങ്ങനെ നോക്കുന്ന ആർക്കും അവരുടെ കണ്ണുകളിൽ തളം കെട്ടിക്കിടക്കുന്ന ആ സമാധാനാസക്തി വളരെ നന്നായിട്ട് കാണാൻ പറ്റും. വളരെ കുഞ്ഞുനാൾ മുതലേ മതപ്പാൽ കുടിച്ചും മതഗുരുവിന്റെ മുട്ട വിഴുങ്ങിയും രക്തത്തിൽ സമാധാനത്തിന്റെ ഹരിത രക്താണുക്കൾ വ്യാവസായികാടിസ്ഥാനത്തിൽ വളർത്തുന്നവരാണ് സുഡാപ്പികൾ. ഒരു സുഡാപ്പിയിൽ 3 തരം രക്താണുക്കളാണ് ഉണ്ടാവുക. ശ്വേത രക്താണുക്കളുണ്ട്, ചുവന്ന രക്താണുക്കളുണ്ട്, അതുപോലെ തന്നെ ഹരിത രക്താണുക്കളുമുണ്ട്. അതാണ് സുഡാപ്പികളിൽ കാണപ്പെടുന്ന സമാധാന തീവ്രതയുടെ കരുത്ത്. കേരളത്തിൽ കാണപ്പെടുന്ന ഇത്തരം മുട്ട വിഴുങ്ങി സുഡാപ്പികളുടെ അതേ ജനിതക ഘടന തന്നെയാണ് ബംഗ്ലാദേശിലെ സമാധാന ബാധിതരായിട്ടുള്ള സുഡാപ്പികളും പേറുന്നത്. അതുകൊണ്ട് തന്നെ കേരളീയ സുഡാപ്പികളുടെ അതേ തീവ്രതയിലുള്ള സമാധാന ആസക്തി തന്നെയാണ് ബംഗ്ലാദേശി സുഡാപ്പികളും കൊണ്ടു നടക്കുന്നത്. കെ സുഡാപ്പികൾ പുലർത്തുന്ന അതേ സമാധാന സംരക്ഷണ ശൈലി തന്നെയാണ് ബി സുഡാപ്പികൾ അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശി സുഡാപ്പികളും പേറിക്കൊണ്ടിരിക്കുന്നത്. സത്യം, ധർമ്മം, നീതി, ന്യായം, സമാധാനം, ദേശീയബോധം, സഹജീവി സ്നേഹം, അങ്ങനെ എന്തിനോടും ഇരു സുഡാപ്പികൾക്കുമുള്ളത് ഒരേ മനോഭാവം തന്നെയാണ്, ഒരേ ശൈലി തന്നെയാണ് അവർ പിന്തുടരുന്നത്. നീതിക്ക് വേണ്ടി നടത്തുന്ന ലഹളയ്ക്കും കലാപത്തിനും വരെ വലിയ സാമ്യമുണ്ട്. ഇവർക്കിടയിലുള്ള വ്യത്യാസം, ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊള്ളയടിയുടെ കാര്യത്തിൽ മാത്രമാണ്. മറ്റെല്ലാത്തിലും ഒരുപോലെയാണെങ്കിലും കൊള്ളയടിയുടെ കാര്യത്തിൽ മാത്രം ഇവർ വ്യത്യസ്തരാണ്. അതായത് കേരളീയ സുഡാപ്പികൾ ന്യായത്തിനും നീതിക്കും വേണ്ട കലാപവും ലഹളയും ഒക്കെ നടത്തുമ്പോൾ അവർ കൊള്ളയടിക്കുന്നത് മുട്ടപ്പപ്സ് ആണെങ്കിൽ, ഈ ബംഗ്ലാദേശ് സുഡാപ്പികൾ അനീതിക്കെതിരെ നടത്തുന്ന ഓരോ ലഹളയിലും കലാപത്തിലും കൊള്ളയടിക്കുന്നത് മുട്ടപ്പപ്സ് അല്ല, മറിച്ച് മുലക്കച്ചയാണ്. മുലക്കച്ച അല്ലെങ്കിൽ ബ്ര. നമ്മുടെ ഈ ബംഗ്ലാദേശി സഹോദരങ്ങൾക്ക് അത്യാവശ്യം കഞ്ഞിക്കുള്ള വകയുണ്ടാക്കി കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയുമാണ് അവർ. ബംഗ്ലാദേശിന്റെ സ്ഥാപക വാപ്പയായി കാണാവുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളുമായിരുന്നു ഈ ഷെയ്ഖ് ഹസീന. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഖജനാവിനെ കട്ടുമുടിച്ച് കാലിയാക്കിയ അഴിമതി സുൽത്താനയാണ് ഖാലിദ സിയ എന്ന അവരുടെ മുൻ പ്രധാനമന്ത്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗ്ലാദേശി ദേശദ്രോഹിയായി കണക്കാക്കേണ്ട ഒരു മഹിളാ പിശാചാണവർ. എന്നാൽ പട്ടിണിയിൽ നിന്ന് വളരെ മാന്യമായി കഴിയാവുന്ന ഒരു നിലയിലേക്ക് ബംഗ്ലാദേശികളുടെ ജീവിത നിലവാരത്തെ ഉയർത്തിയത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലമാണ്. സ്വാഭാവികമായും സ്വബോധമുള്ള ഒരു പൗരജനത അവർക്ക് പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ നൽകേണ്ടതാണ്. പക്ഷേ സ്വബോധമുള്ളവരുടെ കാര്യമല്ല, സുഡാപ്പികളെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. സ്വാഭാവികമായും ബോധത്തിനും ബുദ്ധിക്കും വിവേകത്തിനും വകതിരിവിനും ഒന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഭരണ മികവോ അവർ നാടിന് നൽകുന്ന അല്ലെങ്കിൽ നൽകിയ സമൃദ്ധിയോ സുഡാപ്പികളുടെ ആശങ്കയോ പരിഗണനയോ ഒന്നും ആവേണ്ട കാര്യമില്ല. അവരുടെ പ്രശ്നം നാട് നന്നായി കൊള്ളയടിക്കുന്നവൾ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ആ കൊള്ളക്കാരിയെ സ്വതന്ത്രയാക്കി നാട്ടുഭരണം അവളെ ഏൽപ്പിച്ച് ആ നാടിന് നാശവും കെടുതിയും നൽകാൻ അവളെ പ്രാപ്തയാക്കണം. ബംഗ്ലാദേശിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 7% വരുന്ന സനാതന ധർമ്മികളായിട്ടുള്ള ഫാസിസ്റ്റുകളെ തീർത്തും ഉന്മൂലനം ചെയ്ത് രാജ്യത്ത് 100% മതേതരത്വം കൊണ്ടുവരണം, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരണം. ഇത്തരം ചെറിയ കാര്യങ്ങൾ മാത്രമേ അവിടുത്തെ സുഡാപ്പികൾക്ക് വേണ്ടതായിട്ടുള്ളൂ. അവിടുത്തെ എന്നല്ല, ഏതിടത്തെയും സുഡാപ്പികൾക്ക് അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ സമൃദ്ധി, സമ്പന്നത, ഐശ്വര്യം, ക്ഷേമം ഇതൊന്നും ഒരു സുഡാപ്പിയുടെയും ലക്ഷ്യമല്ല എന്നുള്ളതാണ് സത്യം. അത് ഏത് നാട്ടിലെ സുഡാപ്പി ആയാലും ഇവർക്ക് സമൃദ്ധിയിൽ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ചൊറിച്ചിലാണ്. ഇവർക്ക് തൃപ്തി കിട്ടില്ല. കുറച്ച് ബഹളങ്ങൾ, കുറച്ച് കലാപം, കുറച്ച് ലഹള, കുറച്ച് കൊല്ല് ഇതൊക്കെ നടത്തുമ്പോൾ മാത്രമേ ഇവർക്ക് അങ്ങോട്ട് ഒരു ഊർജം കിട്ടുള്ളൂ. അതാണ് ആ ഹരിത രക്താണു, അതാണ് രക്തത്തിലുള്ള ആ ഹരിത രക്താണുവിൻ്റെ ഒരു ഗുണം. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയോ
നാടിൻ്റെ വികസനമോ പൗരജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയോ ഒന്നും തന്നെ ഈ സുഡാപ്പികളുടെ പ്രശ്നമല്ല. അവരുടെ കൗതുകം ഷെയ്ഖ് ഹസീന എന്ന സസ്തനി തൻ്റെ സ്തനങ്ങൾ ഷെയ്ഖ് ആകാതെ സംരക്ഷിച്ച് നടന്ന സ്തനമറ യന്ത്രത്തിലും ആ യന്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമാണ് തങ്ങി നിന്നത്. നാടിന് സമൃദ്ധി നൽകുന്നവളെ തുരത്തുക, അവളുടെ വസതി കയ്യേറി സ്തനകവചം കൊള്ളയടിക്കുക, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഒരു ലഹളയുടെ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതവർ സാധിച്ചെടുത്തു. ഷെയ്ഖ് ഹസീനയുടെ സ്ഥലങ്ങളെ ഷെയ്ഖ് ആകാതെ സംരക്ഷിച്ച ബ്രാ ശേഖരം കൊള്ളയടിച്ച് അതിലെ ആദ്യ ബ്രാ സ്വന്തമാക്കിയ സുഡാപ്പി ആവാം ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ നാളത്തെ വീരനായകൻ. നമ്മുടെ നാട്ടിലെ സുഡാപ്പി ചാനലിൽ ഇരുന്ന് ആസനം കൊണ്ട് സംസാരിക്കുന്ന ആ ചർച്ചയോളികളൊക്കെ ഹസീനയുടെ മുലക്കച്ച കണ്ട് ഒരുപക്ഷെ മൂർച്ഛിച്ച് തളർന്നിരിക്കാം എന്നാണ് പോങ്ങന്റെ ഒരു വിചാരം. അതെന്തു തന്നെയായാലും കേരളീയ മുട്ടതീനി സുഡാപ്പികൾക്ക് മൂലക്കുളിര് നൽകുന്ന വാർത്തകളാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിനെ ബ്രാംഗ്ലാദേശായി പുനരവതരിപ്പിച്ച അന്നാട്ടിലെ സുഡാപ്പികൾക്ക് പോങ്ങന്റെ വക ഒന്നാം തരം ഒരു ബ്രാശംസ. കൂടുതലൊന്നുമില്ല, അടുത്ത സംസാരത്തിലൂടെ വീണ്ടും നമുക്ക് കാണാം.